സഹൃദയരെ, പാസ്റ്റൽ കൗൺസിലിൻ്റെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ, തൃശ്ശൂർ അതിരൂപതയുടെ എല്ലാ നല്ല മനുഷ്യരുടെയും ആഭിമുഖ്യത്തിൽ ജൂലൈ 3 അവകാശ ദിനമായി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ, ക്രൈസ്തവ സമുദായത്തിൻ്റെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് സംഘടിപ്പിച്ചിരുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അനുമോദനങ്ങളോടൊപ്പം ഈ ജൂലൈ 3 തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ തീരുകയാണ്. എന്തുകൊണ്ട് ഈ അവകാശ ദിനം ജൂലൈ 3 തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. 2000 വർഷത്തെ പഴക്കമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ. ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം വളരുന്നതിന് മുമ്പേ ഭാരതത്തിൽ AD 52 തോമസ് ലീഹ വരികയും 72 ധീര രക്തസാക്ഷിത്വം വരികയും ചെയ്തു. എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തെ വിദേശ മതമെന്ന് അവിടെയും ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട്. രാഷ്ട്ര നിർമ്മിതിക്ക് താരതമ്യേന ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ സമൂഹമാണ്. മിഷണറിമാര് എന്ന് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാം. പക്ഷേ ഇന്ന് ഈ ഉദാഹരണത്തിന് ഹിന്ദി ഭാഷ തന്നെ, മലയാളം ഭാഷ തന്നെ രൂപപ്പെടുന്നതിന് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത സംഭാവനകൾ ഇന്നും ആരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിവേചനം ക്രൈസ്തവ സമൂഹം ഓരോ വർഷം കഴിയുന്തോറും കൂടി അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി തീർന്നിരിക്കുന്ന ക്രൈസ്തവ സമൂഹം തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി ജൂലൈ 3 തിരഞ്ഞെടുത്തത്. ഇന്ന് ജൂലൈ 3 ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ വർഷങ്ങളായി പറയുന്നു. എന്നാൽ ഇന്ന് പല പരീക്ഷകളും പലതും തന്നെ ഇന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞായറാഴ്ചകൾ കൂടി അതിൽ വയ്ക്കുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ ഈ പുണ്യദിനത്തെ ജൂലൈ 3 അവധി ദിവസമായി പ്രഖ്യാപിക്കാൻ പരസ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ് പൊതുസമൂഹത്തോട്. അതോടൊപ്പം തന്നെ ഓരോ വർഷം കഴിയുന്തോറും അംഗസംഖ്യയിലും അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും പിന്നോക്കം പോകുന്ന ഒരു സമുദായമായി, മുന്നോക്ക സമുദായം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും പിന്നോക്കം തന്നെയായിട്ട് പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവര്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കര്, സീറോ മലബാർ കത്തോലിക്കര്. ഈ പശ്ചാത്തലത്തിൽ വിവേചനങ്ങൾ, ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ആരും അത് വേണ്ട തരത്തിൽ കേൾക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കോശി കമ്മീഷന് വെച്ചത്. കോശി കമ്മീഷന് ഏകദേശം 5 ലക്ഷത്തോളം നിവേദനങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ചില കാര്യങ്ങൾ പഠിക്കാനെന്ന് പറഞ്ഞ് ചില ഡിപ്പാർട്ട്മെന്റ് സർക്കാരിൽ കൊടുത്തു എന്ന് പറയുന്നു. എന്താണ് ശരിക്കും കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി ഈ സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന്, നിങ്ങൾക്ക് തന്നെ അറിയാം 80:20 കാര്യം വളരെ പ്രസിദ്ധമാണ്. അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ PSC കോച്ചിങ് ആർക്കാണ് കിട്ടുന്നത്? ന്യൂനപക്ഷങ്ങൾക്കുള്ള PSC കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ക്ഷേമ പദ്ധതികൾ, ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട്. അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? അത് പലപ്പോഴും വിവേചനത്തിലെല്ലാം ഇല്ലാതായി പോവുകയാണ്. നേരത്തെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു, കച്ചവട രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കോളേജിൽ തന്നെ EWSന്റെ ആനുകൂല്യങ്ങൾ വേണ്ട തരത്തിൽ അത് അവതരിപ്പിക്കാതെ, അത് വേണ്ട തരത്തിൽ ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് കോളേജിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ തന്നെ OBCകൾക്കുള്ള അതിൻ്റെ ഒന്നും കിട്ടാതെ വളരെ ചുരുക്കമായൊരു പെർസെൻറ്റേജ്, 10%, മറ്റവർക്ക് 20% ഉള്ളപ്പോൾ 10% മാത്രമേ ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് കിട്ടുന്നു മുന്നോക്ക സമുദായത്തിൽ.
ഇതുപോലെ തന്നെ പലതിലും ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ വികാസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പല കാര്യത്തിലും വലിയ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജസ്റ്റിസ് കോശി കമ്മീഷൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കുന്നു. അതതിൻ്റെ റിപ്പോർട്ടിൽ ഈ വിവേചനം, വലിയ വിവേചനം അവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്മീഷൻ പഠിച്ച് അതിൻ്റെ നിവേദനങ്ങൾ മനസ്സിലാക്കി ഈ ക്രൈസ്തവർ നേരിടുന്ന, വളരെ പ്രത്യേകിച്ച് മുന്നോക്ക സമുദായം എന്ന് പറഞ്ഞ് പിന്നോക്കത്തിലായിരിക്കുന്ന ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ദിവസം സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ, ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ജൂലൈ 3 തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പാലിയൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവരോട് പറഞ്ഞത് 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ സമുദായം ഇന്നും വേണ്ട തരത്തിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നുള്ള വേദനയാണ് അവിടെ AD 52 തോമസ് ലീഹ വന്നു ചേർന്ന ആ സ്ഥലത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. തീർച്ചയായിട്ടും ഈ അവകാശ പ്രഖ്യാപനത്തിന് ഒരു നന്ദിയാണ്. ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കാര്യത്തിലുണ്ട്, ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, കരഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള, പാല് കിട്ടുക രീതിയിലേക്ക് മാറി. ക്രൈസ്തവ സമൂഹം ഒരിക്കലും വർഗീയമായി ചിന്തിച്ചിട്ടില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും, ഏത് സഹായം ചെയ്യുമ്പോഴും, എന്ത് പ്രവർത്തിക്കണം. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ഇടവകയിൽ നോക്കിയപ്പോൾ അവർ ഡയാലിസിസിന് ഫണ്ട് ശേഖരിച്ചു, ക്യാൻസറിന് ഫണ്ട് ശേഖരിച്ചു. ഞാൻ നോക്കിയപ്പോൾ പള്ളിയകത്തേക്ക് വരുന്നത് ആ ക്രൈസ്തവ സമുദായ ഇടവകപ്പെട്ടവരല്ല. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമുദായം, വർഗീയമായി ചിന്തിക്കാത്തൊരു സമുദായം ഇന്ന് പലതരത്തില് വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവകാശ ദിനമായി ജൂലൈ 3 പ്രഖ്യാപിച്ചത്. കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന്, അത് പരസ്യപ്പെടുത്തി ക്രൈസ്തവർക്കുള്ള അവകാശങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നുള്ളത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി തീർന്നിരിക്കുന്ന ക്രൈസ്തവരോട് പ്രത്യേകമായി പരിഗണന ഉണ്ടാകണമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഭരണഘടന വിഭാവന ചെയ്യുന്ന ഭാരതത്തിൻ്റെ മതേതരത്വവും ന്യൂനപക്ഷ അവകാശങ്ങളും. ഇത് തന്നെയാണ് കഴിഞ്ഞ ജനുവരിയിൽ, ഫെബ്രുവരി ആരംഭത്തിൽ ബാംഗ്ലൂർ കൂടിയ CBCI പ്രഖ്യാപിച്ചത് തന്നെയാണ്. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, മതേതര സ്വഭാവം സംരക്ഷിക്കപ്പെടണം, എല്ലാവർക്കും മാന്യമായി തുല്യ അവകാശത്തോടെ ജീവിക്കാനായിട്ട് ഇവർ സാധിക്കണം. ഈ അവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഈ ധർണയെ, ഈ ഒപ്പുശേഖരണ പ്രക്രിയയെ, ഈ അവകാശ ദിനത്തെ പ്രഖ്യാപനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാപനത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഏവർക്കും നന്മ നേരുന്നു. ഇനിയും നമ്മൾ രാഷ്ട്ര നിർമ്മിതിയിൽ മുന്നിൽ നിൽക്കും. സമുദായത്തിന് മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെയും വേർതിരിവ് കാണിക്കാതെ, വർഗീയമായി ചിന്തിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതേ സമയത്ത് ഞങ്ങൾക്ക് അവകാശമായിട്ടുള്ളവ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുത്തണമെന്ന് സർക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.